ഫിലിം ബോർഡിയുടെ റിവൈസിംഗ് കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരം ചില തിരുത്തലുകൾ വരുത്തിയാൽ മാത്രമേ കങ്കണ റണാവത്ത് കേന്ദ്ര കഥാപാത്രമായെത്തുന്ന എമർജൻസി സിനിമ റിലീസ് ചെയ്യാൻ കഴിയൂ എന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ബോംബെ ഹൈക്കോടതിയെ അറിയിച്ചു. അടിയന്തരാവസ്ഥയുടെ സെൻസസ് സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സി സ്റ്റുഡിയോസ് സമർപ്പിച്ച ഹർജിയിലാണ് CBFCയുടെ പ്രതികരണം. സെപ്റ്റംബർ 6-ന് റിലീസ് ചെയ്യാനിരുന്ന ചിത്രം തങ്ങളുടെ സമുദായത്തെ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന സിഖ് ഗ്രൂപ്പുകളുടെ പ്രതിഷേധത്തിനിടയിൽ മാറ്റിവച്ചു. CBFCക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഭിനവ് ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ BP കൊളാബവല്ല, ഫിർദോഷ് പൂനിവാല എന്നിവരടങ്ങിയ ബെഞ്ചിനോട് പറഞ്ഞു. CBFCയുടെ റിവൈസിംഗ് കമ്മിറ്റി ചിത്രത്തിന് ചില തിരുത്തലുകൾ നിർദ്ദേശിച്ചു. സിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ശരത് ജഗത്യാനിക്ക് ഒരു രേഖ ലഭിച്ചു. അത് റിലീസ് ചെയ്യുന്നതിന് മുൻപ് സിനിമയിൽ ചെയ്യേണ്ട 11 പരിഷ്കാരങ്ങൾ കാണിക്കുന്നു. നിർദ്ദേശിച്ചിട്ടുള്ള 11 പരിഷ്കരണങ്ങളിൽ സിനിമയിൽ ചെയ്യേണ്ട ചില തിരുത്തലുകളും ഉൾപ്പെടുത്തലുകളും ഉൾപ്പെടുന്നു. ഇനി ഈ പരിഷ്കാരങ്ങൾ അംഗീകരിക്കണോ അതോ അപ്പീൽ നൽകണോ എന്ന് തീരുമാനിക്കേണ്ടത് സിനിമാ പ്രവർത്തകരാണ്. കേസ് സെപ്റ്റംബർ 30-ലേക്ക് ഹൈക്കോടതി മാറ്റിവച്ചു. 1975 മുതൽ 77 വരെ 21 മാസത്തെ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു ജീവചരിത്ര പൊളിറ്റിക്കൽ ത്രില്ലറാണ് അടിയന്തരാവസ്ഥ. പഞ്ചാബ്, തെലങ്കാന, ന്യൂഡൽഹി, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ഒന്നിലധികം സിഖ് സംഘടനകൾ തങ്ങളുടെ സമുദായത്തെ മോശമായി ചിത്രീകരിച്ചുവെന്നും സിനിമയിൽ ചരിത്രം വളച്ചൊടിച്ച് ആരോപിച്ച് ചിത്രം നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.